നമസ്കാരം, ഞാൻ ഷെഫ് ലത. ഗോൾഡ് വിന്നർ ഹൃദ്യ പാചകത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമുള്ളതും അത് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളതുമായ ഒരു പുതുപുത്തൻ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശർക്കര വരട്ടിയാണ്. അതിന് ഞാൻ പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ പച്ചക്കായ വേണം, കുറച്ച് റൈസ് ഫ്ലോർ വേണം, സോൾട്ട് വേണം, പെപ്പർ പൗഡർ വേണം, ടെർമറിക് പൗഡർ വേണം, ജാഗരി വേണം, ജീര പൗഡർ വേണം, ചുക്കുപൊടി വേണം. അപ്പോൾ ഞാൻ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കായ പിന്നെ ഒന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്തെടുക്കണം. അപ്പോൾ കായ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. ആദ്യം കായയുടെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ കായ വരയുമ്പോൾ എല്ലാവർക്കും അതാണ് പ്രശ്നം വരുന്നത്. എല്ലാവരും ഇങ്ങനെ പീലർ വെച്ച് ഒരിക്കലും പീൽ ചെയ്യേണ്ട കാര്യമില്ല. പീലർ വെച്ച് പീൽ ചെയ്താൽ ഇതിൻ്റെ ചെറിയ സ്കിൻ അതിനകത്ത് കിടക്കും. ഒരു ലൈൻ കണ്ടില്ലേ, ആ ലൈനിന് കണക്കാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഒരു വര വരച്ചിട്ട് താഴെ നിന്ന് ഇങ്ങനെ വളരെ രസമാണ് കേട്ടോ ഇത് ഇങ്ങനെ. പിന്നെ നമ്മളെ ഈ ശർക്കര വരട്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ സദ്യയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ്. മാത്രമല്ല ഇത് നമ്മൾ ഭയങ്കര വീട്ടിലൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമാണ് ഇത് ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ നമ്മളെന്താ വെച്ചാൽ, അയ്യോ ശർക്കര വരട്ടിയോ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ. കണ്ടതിൽ ഈ സ്കിന്നൊന്നും പോകാതെ ഞാൻ വളരെ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിനെ ഒരേപോലെ കട്ട് ചെയ്യണം. കട്ടിങ്ങിലാണ് നമ്മുടെ ഈ ഫ്രൈ ചെയ്യുമ്പോഴേ ഇതിനെ 2 കഷ്ണാക്കി എന്നിട്ട് നമ്മൾ ഈ വിരലിങ്ങനെ വെക്കുക. ഇനി ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞളുടെ വെള്ളത്തിൽ ഉപ്പിൻ്റെ വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ചോദിക്കും നിങ്ങൾ എന്തിനാ ഈ കട്ട് ചെയ്ത് തൊലി കളഞ്ഞതൊക്കെ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ കറ കളയണം. കുറച്ച് കറയുണ്ടാവും ഇതിന്. ഈ കറ കളയുമ്പോൾ മാത്രമാണ് ഇത് നല്ല പെർഫെക്റ്റ് കളറായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഞാൻ കായത ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതൊന്ന് വാഷ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വാഷ് ചെയ്യണേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്യുവർ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ശർക്കരപ്പേരി എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. ശർക്കരപ്പേരി വറുത്തപ്പേരിയൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അതാ ഞാൻ അടുത്തൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ടു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് നന്നായിട്ട് എന്ന് വിചാരിച്ച് നിങ്ങളുടെ ശക്തിയൊക്കെ ഇട്ടിട്ട് ഞെരടി അങ്ങോട്ട് പൊട്ടിച്ച് കളയരുത്. വളരെ സോഫ്റ്റായിട്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വേണം നമ്മുടെ ശർക്കരപ്പേരി ഉണ്ടാക്കാൻ. കാരണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സ്നേഹം ഒരുപാട് അതിലിടണം. അപ്പോൾ മാത്രമാണ് ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അതിന് പിന്നിൽ ഇതാണ്. ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊളാണ്ടറിലേക്ക് ഊറ്റി വെച്ചു. അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ ചൂടാക്കണം. നമ്മുടെ പ്യൂർ പ്ലസ് കോക്കനട്ട് ഓയിൽ ഞാൻ അതിന് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. വളരെ ആരോമാറ്റിക്കാണ്. ഈ കൊപ്ര ആട്ടിയെടുത്ത അതീയൊരു സ്മെല്ലാണ് ഇതിന്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 6 മന്ത് വരെ നമുക്കൊരു ബോട്ടിൽ, വായു കടക്കാത്ത ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്കൊരു വർഷം വരെ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ കായയുടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓയിലും ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് ശർക്കരപ്പാനി ഒന്ന് വെക്കാൻ പോവുകയാണ്. ചെറിയ ഫയറിലായിരിക്കണം ശർക്കരപ്പാനി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ശർക്കര അങ്ങനെ ഉടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ ഫ്രൈ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ല് കേട്ടോ, സൂപ്പർ സ്മെല്ല്. ഇവിടെ ശർക്കരപ്പാനി ഇതാ ഇങ്ങനെ അലിഞ്ഞ് സൗണ്ട് കേൾക്കുന്നില്ലേ? നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേൾക്കണം.
കണ്ട സൗണ്ട് കേട്ടില്ലേ? അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇതുവരെ കടയിൽ നിന്ന് 600-ഉം 700-ഉം ഒക്കെ കൊടുത്ത് വാങ്ങിയ ശർക്കരപ്പേരി വെറും 60 രൂപ 70 രൂപ ചിലവിൽ നിങ്ങൾക്കുണ്ടാക്കാം. പാചകം വളരെ എന്താ പറയുക, വളരെ ആസ്വദിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇതൊരു കല തന്നെയാണ്. അപ്പോൾ ഈ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുന്നവൻ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടേതാ സൗണ്ടൊക്കെ മാറി. ഇതിപ്പോൾ നമുക്ക് ഊറ്റാനുള്ള സമയമായി. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുത്തുനിന്ന് ഇങ്ങനെ അമർത്തി നോക്കാം. നല്ല ഹാർഡായി. അപ്പോൾ ഞാനിതൊന്ന് ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്യാണ്. ഇനി അടുത്ത പരിപാടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ഡ്രൈ ജിഞ്ചർ പൗഡറാണ്, ചുക്കുപൊടി. ഇപ്പോൾ ചുക്കുപൊടി ഇപ്പം വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഞ്ചി ഉണ്ടാവും. ഇത് സ്ലൈസ് ചെയ്തിട്ട് ഈ ഓയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പൗഡറാക്കിയാൽ ഇപ്പം ചിലപ്പോൾ ചുക്കുപൊടി ഉണ്ടായില്ല, ശർക്കരപ്പേരി ഉണ്ടാക്കണം തോന്നി, തേത്തൊക്കെ ഉണ്ട്, ശർക്കരയുണ്ട്, അയ്യോ ചുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഇഞ്ചി എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറുതായിട്ട് തിന്നായിട്ട് ചിപ്സിന് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുക, ഓയിൽ ഫ്രൈ ചെയ്യുക, മിക്സിയിൽ അടിക്കുക. അപ്പോൾ കുറച്ച് ജീര പൗഡർ, കുറച്ച് നമ്മുടെ പെപ്പർ പൗഡർ, ചുക്കുപൊടി. ചുക്കാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പം ചുക്കുപൊടി മറ്റേതൊക്കെ 1/4 ടീസ്പൂൺ ഇട്ടാൽ ചുക്കുപൊടി കുറച്ച്. റൈസ് ഫ്ലോർ നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ ശർക്കര ഒഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിലേക്ക് ഇട്ടു ഒരു ശർക്കരപ്പാനി. ഞാൻ കുറച്ച് അരിപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കോക്കനട്ട് ഓയിലിൻ്റെയും ജിഞ്ചറിൻ്റെയും ഒക്കെ നല്ല സൂപ്പർ സ്മെല്ലുണ്ട്. കുറച്ച് പിന്നെ ഇത് തണുക്കാൻ വെക്കണം. പിന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് തണുക്കലാണ്. തണുത്ത് കഴിഞ്ഞാലേ ഇത് ഓരോന്നും മാറി മാറി നിൽക്കുകയുള്ളൂ. അതായത് ഒരു 4 മണിക്കൂറെങ്കിലും തണുക്കാൻ വെക്കണം. അപ്പോഴാണത് ഓരോന്നും വേറെ നിൽക്കുക. അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്യുവർ പ്ലസ് കോക്കനട്ട് ഓയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ല് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് വിന്നർ ഹൃദ്യ പാചകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ഞാനൊരു നല്ല വിഭവമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.